സ്വപ്നം കണ്ടോ? എന്തോ കണ്ടേ? പ്രേതത്തിന്റെ സ്വപ്നം കണ്ടോ? എന്നിട്ട് കറുത്ത കണ്ണോ? വേറെന്താ കണ്ടേ? പ്രേതം ഒട്ടിച്ചോ? അതെ, അവളെ തേച്ചൊട്ടിച്ച്. തേച്ചൊട്ടിച്ചെന്ന് ഓടിച്ചെന്നാണോ? പ്രേതം കുഞ്ഞിനെ ഓടിച്ചെന്നാണോ? ഓടാ അവിടെ നിന്ന് തെറ്റിക്കാതെ. എന്നിട്ട് എന്റെ കുഞ്ഞ് പേടിച്ചു പോയോ? ശാലോ പോട്ടെ. നിന്നെ വേണം ആദ്യമായിട്ട് അടിക്കാൻ. കൊച്ചുറങ്ങാൻ നേരത്തെ ഓരോ പ്രേതകഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ സ്വപ്നം കാണുന്നുണ്ടോ? പ്രേതക പറഞ്ഞാലേ ഉറങ്ങത്തുള്ളൂ. പിന്നെ ഞാൻ എന്തിരിയേ? അല്ല, എന്താ അവളീ പറഞ്ഞ കഥ വിശ്വസിച്ച് നിങ്ങള്? അമ്മയെ പോലെ തന്നെ മോളും കഥ ഉണ്ടാക്കാൻ എവളാ കഴിഞ്ഞ വേറെ ആളുള്ളു. കളിക്കില്ലേട്ടോ നീ വായിക്കും, നിന്റെ അമ്മയും വായിക്കും. നീ ഇങ്ങതാ ചേച്ചി കാരണമാണ് എവളെ കണ്ട പേരൊക്കെ വിളിക്കണം കേട്ടാ. അതിനിപ്പോ എന്താ? നീ അതേപോലെയൊക്കെ ഇത് പറയാറുണ്ടല്ലോ ഇവിടെ. നീയൊക്കെ എന്നെ എന്തോരം പറഞ്ഞേക്കുന്നു. അത് വേറെ, ഇത് വേറെ. എന്ത് വേറെ? ഇത് മാമൻ, അത് ചേച്ചിയല്ലേ, വിഷയമില്ല. എടാ പറയാതിരിക്കാൻ വയ്യ, നിനക്ക് പേര് നന്നായിട്ട് ചേരുന്നുണ്ട്. ഏത് പേര്? കേശവ് ബാലചന്ദ്ര തമ്പി. അമ്മായി വേണ്ട, ഇങ്ങോട്ട് വേണ്ട കേട്ടാ. ഇവിടെ അമ്മായിക്ക് ഒരു വട്ടപ്പേര് വന്നപ്പോ ഞാനാണത് ബ്ലോക്ക് ചെയ്തത്. എന്ത് പേര്? പറയടാ. ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അമ്മായിക്ക് സങ്കടവും. ഏത് കാർ? ശിവ, കുഞ്ഞയുടെ പൊന്നൂസി. നിന്നെ വിളിക്കാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരാറുന്നല്ലേ. എന്തൊട്ടി? ഞാൻ പിള്ളേ സ്വയം വരത്തില്ലേ അമ്മായി? എന്തുണ്ട്? സുഖം. ചെന്നൈകൾ എന്ത് പറയുന്നു? എന്ത് പറയാൻ? അവിടെ മഴയൊക്കെ ഉണ്ടോ? അങ്ങ് ഒരേ വെയിലുതാ. കൊച്ചിന്റെ അമ്മ എന്ത് ഞാൻ വന്നത് കണ്ടില്ലാന്നുണ്ടോ? കണ്ടു. അല്ല, നിനക്ക് നാളെ തന്നെ തിരിച്ചു പോകണ്ടേ? എന്ത് ഞാനിപ്പോ ഒന്നത് പിടിച്ചില്ലേ? പിടിക്കായ ഒന്നുമല്ല, 10 ദിവസം കഴിഞ്ഞ അവധിയല്ലായിരുന്നു. അപ്പൊ വന്നാ പോരായിരുന്നോ? ഞാൻ ഇന്ന് നാളെ വൈകുന്നേരം പോവും. എന്തിനാ കൊച്ചി ഇത്രയും ഒന്ന് ട്രാവൽ ചെയ്യുന്നേ? ചേച്ചിക്ക് എന്ത് ഞാൻ വന്നിരുന്നു ഇപ്പൊ? നീ നല്ല മെലിഞ്ഞു പോയല്ലോ. അതെ, നിനക്ക് അവിടെ തിന്നാനും കുടിക്കാനൊന്നും കിട്ടുന്നില്ലേ? ഫുള്ള് ടാനായി. അതെ, മുടിയൊക്കെ കൊഴിഞ്ഞ് തിരിഞ്ഞേ. നോക്കട്ടെ, പിടിച്ച് ഒരു കാര്യം ചെയ്യ്, ഒരു ലിസ്റ്റ് എഴുതിങ്ങതാ. മെലിഞ്ഞ് ഉണങ്ങി കരിഞ്ഞ്. വലിയ കഷ്ടമാണല്ലോ ഇത്. നിങ്ങളെ കാണാന്ന് വെച്ചാൽ ആലോചിച്ച് വന്നപ്പോഴത്തേക്കും ഒരേ ഉപദ്രവം. നിന്നെ പറഞ്ഞാൽ മതി, നീ അല്ലേ വിളിച്ചൊന്നും പറയുന്നില്ല. എന്തോന്നേ ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണത്? പാവം കൊച്ചു അവിടെ ഇവിടെ വന്നപ്പോൾ തന്നെ നിങ്ങൾ ഒരുമാതിരി അവളെ സങ്കടപ്പെടുത്തി വിട്ടില്ലേ? ആരെ സങ്കടപ്പെടുത്തിയത്? അവിടെ കോലം കണ്ടാ നീ? ആ കോലം കണ്ട് ഞങ്ങൾക്ക് സങ്കടം വന്നിട്ടാണ് ഓരോന്നൊക്കെ പറയുന്നത്. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞൊക്കെ തന്നെ. അതെ, ആ കൊച്ചിനെ അവിടെ നിന്ന് വിളിച്ചു വരുത്തത് ഞാനാണ്. നീയാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കണേ. ഞാൻ എന്തിനു വളം വെച്ച് കൊടുത്തെന്ന്? അതെ, എന്റെ പേരിലൂടെ ഒരു ചർച്ചയും വേണ്ട. നാളെ വൈകുന്നേരം ഞാൻ പോകും. അതുവരെ ഏതേലും മുറിയിൽ വാതിലടിച്ചു തരുന്നോളാം. എന്നെ ആര് തിരക്കാനും വരണം, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. പോരെ ശിവ, ഇങ്ങ് വാ. ഞാനിപ്പോ വന്നാലേ ശരിയാവത്തില്ല അമ്മായി. എന്തോന്നടേ? അതെ, ഞാൻ വല്ലതും പറഞ്ഞാലേ കൂടി. എന്നാ മോനൊരു കാര്യം ചെയ്യ്, അവളുടെ അടുത്ത് പോയിരുന്ന് ആശ്വസിപ്പിക്ക്. എന്നിട്ട് അവിടെ വായിരിക്കുന്ന മൊത്തം കേട്ടോണ്ട് പോ. ഞാൻ അവളെ വായിരിക്കുന്ന കേൾക്കും ചെയ്യും, ആശ്വസിപ്പിക്കും ചെയ്യും. പോണു. രാവിലെ തന്നെ സീനാണല്ലോ. ഇതൊന്നും ചെന്നൈന്ന് വന്നതിന്റെ ജാടാ, വേറെ. ശരി, നീ വാ. അമ്മായി അവളെ ഒന്ന് കിടത്തേക്കോ? ഞാൻ കിടത്തേക്കാം. നീ ഇവിടെ ഒന്ന് നിൽക്കണ. ശിവ എന്തി? റൂമിനകത്ത് ഒരു കഥ കൊടുത്തോണ്ടിരിക്കും. നന്നായി. ഇനിയിപ്പോ കുറച്ചു നേരത്തേക്ക് ചെവിക്ക് സൗകര്യമൊക്കെ കിട്ടുമല്ലോ. അതൊക്കെ പറയൂ. ഇതിപ്പോ ഇനി അവള് കേട്ട് അവളുടെ മൂഡ് പിന്നെ മാറൂലേ? അവളുടെ മൂഡ് പോകാൻ വേണ്ടിട്ടാണ് പെട്ടി പ്രമാണമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നോക്കി എന്റെ സ്വഭാവം മാറും. സ്വഭാവം എന്താ മാറുന്നത്? എന്ത് പ്രശ്നം? എന്താ പ്രശ്നമൊന്നുമില്ല അമ്മ. ഇത് എപ്പോഴും പറയുന്ന പോലെയല്ല. ഞാൻ കുഴിപ്പുറത്തേക്ക് പോവാ. ഇവിടെ നിന്നാലേ എന്റെ മനസ്സിനും ആരോഗ്യത്തിനും അത്ര നല്ലൊന്നുമല്ല. അങ്ങനെ നീ പോവോ? ചിലപ്പോ പോയിന്നൊക്കെ വരും. ശിവ പോന്ന് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ കയറി വാതിലടച്ചാ? എങ്ങനെ വാതിലടയ്ക്കാതിരിക്കും? അതേപോലത്തെ സംസാരമാണല്ലോ ചിലവരൊക്കെ സംസാരിക്കണത്. ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മ, ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞത്. നല്ല കാര്യം പറയുന്നത് കുത്തലാണല്ലോ, കുത്തല്. വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ അലമ്പുണ്ടാക്കരുത് കേട്ടോ. ഞാനാണ് അലമ്പുണ്ടാക്കി. നീയാണ് അലമ്പുണ്ടാക്കണത്. എന്തോ പിള്ളേരെ നിങ്ങക്ക് നടങ്ങിരുന്നൂടെ? വന്ന ഉടനെ തന്നെ കോർത്തമ്മ. എന്തോന്നല്ലേ വെച്ചു നിനക്കിത്? രാവിലെ നല്ല മൂടായിരുന്നു, എല്ലാം പോയി. എടാ അവള് വന്നതല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? നമുക്ക് ആരടിച്ചു പൊളിക്കുന്ന കാര്യം പറയണ? നിങ്ങളെ ശിവമോള് വന്നതേ വന്നുടനെ കയറി വാതാലം അടിച്ചിട്ടുണ്ട്. അയ്യോ,
അലയോടെ ഇരിക്കും. ആ ഇതാണ് ഈ വീട്ടിലെ പ്രശ്നം. ആരെങ്കിലും ഒന്ന് വിഷം വെച്ചിരുന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാരും കൂടെ വന്നിട്ട് വെച്ചങ്ങ് കീച്ചും. എന്താ കാരണം എന്ന് പോലും അറിയണ്ട. അവസാനം അത് മെഗാ കലിപ്പാവും. മെഗാ കലിപ്പ്. കലിപ്പാ? കലിപ്പ് നീ എന്തോടാ ഈ കാണിച്ചു കൂടുന്നത്? നീ കാരണം നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി പോയിട്ട് വരുമോ? കുറച്ച് നാൾ എന്റെ നോട്ട പ്രശ്നം വന്നപ്പോഴത്തേക്ക് നീ എന്തോന്ന് കാണിക്കണത്? ഇത് അവിടെ നിന്നും പോയി. ഡയറക്കാ നിന്റെ അനന്തരവള് വന്നു ചെന്നൈന്ന് വന്ന ഉടനെ എന്നെ ലച്ചേച്ചയുടെ അടി ഉണ്ടാക്കിയിട്ട് ഞാൻ റൂമിനകത്ത് കയറി കരഞ്ഞോണ്ടിരിക്കുന്നു. ഈ ലച്ചുനെ കൊണ്ട് ഇവിടെ ആർക്കും ജീവിക്കാമെന്നായല്ലോ. ചേച്ചിയെ കൊണ്ട് ഭയങ്കര ശല്യം തന്നെ. ചേച്ചി ചെറുക്കൻ തൊട്ടേക്കരുത്. ആ വെറുതെ ഇന്ന് മഴക്കുണ്ടാക്കില്ല. അവള് വിശന്ന് വന്നിരിക്കും. മാറിയാണ് അതിന്റെ ദേഷ്യത്തിൽ അങ്ങനെ. മക്കളെ തുറക്ക്. ശിവ വെറുതെ വേല കാണിക്കല്ലേ, വാതിലോർന്നേ. ഒന്നാമതേ അവള് ചെന്നൈയിൽ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അതിന്റെ ഇടയിൽ അവള് വന്നപ്പോ പറയുകയും ചെയ്ത് അവൾക്ക് ഭയങ്കര ഡാർക്ക് അടിച്ചിരിക്കുകയാണെന്ന്. ആക്ച്വലി ഷീസ് ഇൻ എ കൈൻഡ് ഓഫ് ഡിപ്രഷൻ. വിത്തൗട്ട് എനി റീസൺ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിപ്രഷനും തികച്ചങ്ങ് പറയാൻ പറ്റത്തില്ല. ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, കൈൻഡ് ഓഫ് സാഡ്നെസ്, ഇങ്ങനെ മിക്സ് ആയി വരും. ഈ ചെറുക്ക് എന്തോടാ പറഞ്ഞത്? പേടിപ്പിക്കണം മനുഷ്യൻ. മനസ്സമായിട്ടും വളർന്നു പോട്ടെ അല്ലാന്ന് തോന്നുന്നു. മക്കളെ ശിവ അതോർക്ക്. ശിവ വാലോർക്ക്. ശിവ കേച്ചോന്ന് വിളിക്കണം. വാലോറടി. മക്കളെ എന്റെ കൊച്ച് എല്ലാം പറ്റണം കൊച്ചിന്. ശിവ വാലോർക്ക്. തുറക്കാൻ തുറക്കും. ഞാൻ നോക്കാം. പോയിട്ട് വെള്ളം എടുത്തു ഞാൻ പോവാ. നിങ്ങൾ എന്തോ കാണിക്കുന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടോ? ഇത് അവിടെ കൊണ്ടുവയ്ക്കാൻ. ഒരു സാധനം വച്ചെടുത്ത് കൊണ്ടുവയ്ക്കൂല. നിങ്ങൾക്ക് എന്താ വയ്യേ? വന്നാ പോയ ബോധം തിരിച്ചു വന്നാ? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? മനുഷ്യനെ സ്വയമായിട്ടിരിക്കാൻ സമ്മതിക്കൂലേ? മൂക്കൊന്നുമില്ല, അച്ഛനുണ്ട്, ധൈര്യമായിട്ടിരുന്നോ പ്ലീസ്. വെറുതെ മനുഷ്യനെ പ്രാന്താക്കാൻ വരില്ല. അവക്ക് ഉപയോഗിക്കരുത്. അച്ഛയില്ല മോളെ, ചക്കരല്ലേ, ഒന്നുമില്ല മക്കൾ, ഒന്നുമില്ല. അവർക്ക് ഒന്നുമില്ല. മക്കൾക്ക് എന്താണ് കുഴപ്പം? മാമന്റെ അടുത്ത് പറ. കൂടുതൽ സ്നേഹം കാണിക്കല്ലേ. കുട്ടാനോട് വന്നിട്ടേ എല്ലാവരും വിളിക്കുന്നുണ്ട്. എന്നാ ഒരു പ്രാവശ്യം ഫോൺ എടുത്ത് എന്നെ വിളിക്കുക. അങ്ങനെ പറയല്ലേ ശിവ. കിടക്കുന്നതിന് മുന്നേ എല്ലാ ദിവസവും ശ്രീ നിന്നെ പറ്റി പറഞ്ഞിട്ടാണ് കിടക്കണ. എന്തോ കിടക്കുന്നതിന് മുന്നേ എന്നെ പറ്റി പറഞ്ഞിട്ട് കിടക്കുന്നെന്ന് വിശ്വസിച്ചു കേട്ടാ? പോ മാമി. ശിവ ഭക്ഷണം കഴിക്കാം. വന്നെങ്കോട്. എനിക്ക് വേണ്ട. വേണ്ട. അത് കേൾക്കാൻ കാത്തിരിക്കായിരുന്നല്ലേ? വെറുതെ ഒരു നേർച്ചയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. അപ്പൊ എന്തെങ്കിലും വേണമെന്നൊക്കെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അടുക്കളയിൽ പണിയാണ്. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. പോട്ടെ പെണ്ണേ, കുറച്ച് അടങ്ങായിട്ടാ. എന്തിനാ ഒരു ദിവസത്തേക്ക് വന്നേ? കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയ ലീവ് ഉണ്ടല്ലോ, അന്നേരം വന്നാ പോരെ. ഇത്ര യാത്രയൊക്കെ ചെയ്യണോന്ന് ഞാൻ ചോദിച്ചു. ഇവളുടെ അടുത്ത്. അപ്പൊ അവൾക്ക് ഒരു ദിവസം ലീവേ ഉള്ള? അപ്പൊ അവളുടെ വലിയ ലീവാ? പിന്നെ നിനക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എന്തിനാണ് ചോദിക്കാൻ പോണത്? ഈ ലച്ചു വെളിവും വെള്ളിയാഴ്ച ഓരോന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടേ. അമ്മയാണ് ഞാൻ ഇവിടെ ഇറങ്ങി പോവേ. ഇവിടെ പോവും കുഴിപ്പളത്തേക്ക്. എന്റെ പൊന്നു മക്കളെ, നീ ഒരുപാട് നാളോട് ഇങ്ങനെ പറഞ്ഞ കൊതിപ്പിക്കണം അച്ഛനെ. ഇനിയും കൊതിപ്പിക്കരുത് കേട്ടാ. ഗൗരിക്ക് അറിയണോ? എവളെ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയി, ഇങ്ങന്ന് അങ്ങ് പോയി. അങ്ങന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം സിദ്ധു അങ്ങോട്ട് പോയി, ഗൾഫിലോട്ട് പോയി. അപ്പൊ അങ്ങന്ന് ഇവൾ ഇങ്ങ് വന്നു. സിദ്ധു അങ്ങ് വരുമ്പോഴൊക്കെ ഇങ്ങന്ന് ഇവൾ അങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങടി ഈ ഇപ്പൊ അങ്ങ് നിൽക്കാൻ ഇപ്പൊ. ഇവളെങ്ങോട്ട് പോയത്? മക്കളെ, മോളെ, മക്കൾ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നാ മതി. ഇങ്ങോട്ട് ഇറങ്ങണ്ട കേട്ടാ. ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങണ്ട. അത് പറയാൻ വേണ്ടി മാമൻ വിളിച്ചേ. അച്ഛന്റെ പൊന്നു മക്കളല്ലേ? മക്കളെ അച്ഛനെ, അച്ഛൻ പുറത്തുനിന്ന് പൂട്ടാണ്. വേറൊന്നുമില്ല, അച്ഛൻ ഇത്തിരി മനസ്സമാനം കിട്ടാൻ. അച്ഛന് മാത്രമല്ല എല്ലാവർക്കും.
പിന്നെ ഇനിയിപ്പോ എങ്ങ് പോണം? നീ അങ്ങോട്ടെല്ലാം പോടി. പിന്നെ അങ്ങ് നിങ്ങൾ വരുത്തിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാൻ അങ്ങോട്ടെല്ലാം പോടും. ചേച്ചി, ശിവ ഒന്നും കഴിച്ചില്ലല്ലോ, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? ഞാൻ കഴിക്കാൻ വിളിച്ചല്ലേ അവളെ, അവളല്ലേ വരാണ്ടിരുന്നത്. അവിടെ നിൽക്കട്ടെ. നമ്മളെ കൂടുതൽ എടുത്ത് തലേ കയറ്റി വെക്കുന്നതാണ് പിള്ളേർക്ക് തരാവണത്. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ചേച്ചി എത്ര ഭാഗ്യമുള്ള സ്ത്രീയാണ്. കുറെ പിള്ളേരും ചെറുകുട്ടിയും എല്ലാവരുമായിട്ട് നല്ല രസമല്ലേ ഇവിടെ. എനിക്കിപ്പോ ഒരു മോളെ കൂടി കിട്ടിയില്ലേ, ആ വലിയ കാര്യമല്ലേ, ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ സന്തോഷം ഒന്നും കൂടെ കൂടി അല്ലേ. ഇനി ഞാനാ ചേച്ചിയുടെ മൊത്തം. എന്തോ കെട്ടിപ്പിടിക്കണോ? എന്താ ഞാൻ കെട്ടിപ്പിടിച്ചൂടെ? ഓ, ഇവിടെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുവാണല്ലേ. ഇന്നൊരുത്തി വന്ന് കേറി വല്ലോ കഴിക്കാൻ തരാ. ശിവ തോന്ന് കണ്ടമ്മേ, അവളെ തിരിച്ചിട്ടിട്ട് പോയത് മനഃപൂർവ്വമാണ്. നല്ല കാര്യം. നീ ആളെ പോയി വിളിച്ചിട്ട് വന്നേ. ചെല്ല്. അമ്മയെ എന്നെ കൊല്ലാൻ നോക്കുവാണോ? എന്തോന്നടേ? അമ്മായിക്ക് അവളുടെ സ്വഭാവം അറിയാൻ പാടാത്തത് കൊണ്ടാണ്. ഇപ്പൊ ചെന്നാണ്ടല്ലോ കടിച്ച് കീറും. എടാ കേശു, നീ ആ ശിവ ഇങ്ങനെ വിളിച്ചിട്ട് വന്നേ. അമ്മ ദേഷ്യപ്പെടല്ലേ. പോയി വിളിച്ചിട്ട് വാടാ. പോണ്. അമ്മ, ഞാൻ നൈസായിട്ട് കുഴിപ്പളത്ത് പോയാലും. ഞാൻ നൈസായിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് അവിടെ കൊണ്ടുവന്നാക്കും. വിസ ഉണ്ടായിരുന്നെങ്കിൽ സിദ്ധുവിന്റെ അടുത്തെങ്കിലും പോയായിരുന്നു. നിന്നെ പണ്ടേ ഇവിടെ നിന്ന് പാക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അത് ചേച്ചി അങ്ങനെയൊന്നും ചെയ്യല്ലേ, നമ്മൾ തമ്മിൽ പിരിയാൻ പറ്റാത്ത ബന്ധമാണ് അല്ലേ. സത്യം പറഞ്ഞാൽ ഞാനൊരു തങ്കമാണ്. അത് എന്റെ വീട്ടുകാർക്ക് മനസ്സിലായില്ലെങ്കിലും അമ്മായിക്ക് മനസ്സിലായല്ലോ. അമ്മ ശിവ വരണില്ല കേട്ടാ. അല്ലമ്മ അവളിപ്പം വന്നല്ലേ ഉള്ളൂ. കേശു മിണ്ടാതിരുന്നോണം കേട്ടല്ലോ. അല്ലേ ചേച്ചി, ഇത് കട്ട പ്രശ്നവും കേട്ടാ. അവളാണെങ്കിൽ ഭയങ്കര വാശിയിലാണ്. അവിടെ വാശി എന്ന് പറഞ്ഞാൽ അറിയാല്ല, ദൈവം തമ്പുരാൻ വന്ന് വിളിച്ചാൽ പോലും അവൾ വരത്തില്ല. നീ എന്തിനാണ് അവർക്ക് വേണ്ടി ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നത്? ജാൻസ് റാണി ഒന്നും അല്ലല്ലോ. വിശക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കഴിച്ചോളൂ. അമ്മ അവൾക്ക് വിശക്കുമ്പോ അവള് കഴിച്ചോളൂ. ശിവ ശിവ ആ വാ തുറടി. വാ തുറക്ക് കൊച്ചേ. വാതർക്ക് വെച്ചോണ്ടിരിക്കണേ. ഒരേ കഴിക്കാത് കിണുങ്ങണ കുഞ്ഞാവേ നീ. ഇവിടെ എന്തിന് ഇവിടെ? അത് തന്നെ, ഇതെന്തോന്നാണ് ഇവിടെ? അത് തന്നെ മാമ, അമ്മ ശിവയെ കുത്തിത്തീറ്റിക്കുന്നു. എല്ലാരും പറഞ്ഞെന്ന് പറഞ്ഞ ചോദിച്ചാ കൂടെ അങ്ങോട്ട് എന്തോന്ന് ശ്രീ ഇവിടെ അത് പറ. എന്ത് അമ്മ ചോര കുത്തി കയറ്റിയാ? കൊച്ചിനെ വേദനിപ്പിച്ചോ ഓടിച്ചിട്ട്. ആ കൊടളിയാ അവിടുന്ന്. എന്തോന്ന് ശ്രീ? പിന്നെ എന്തോന്നു ശ്രീ, എന്തോന്നു ശ്രീ എന്ന് കുറെ നേരമായിട്ട് ചോദിക്കണേ. എല്ലാത്തിനും മുട കൂടി പോയി. ഞാൻ കുറച്ച് ഒതുങ്ങി കൊടുത്താണ് പ്രശ്നം. അത് തന്നെ, വല്ല പറഞ്ഞു പോയ ഉടനെ വർഗീയ കയറണം, ഏകി കയറണം, മന്തി കയറണം. അച്ഛാ ഒരു ഫ്ലോയിൽ ഞാൻ പറഞ്ഞു മക്കളെ ശിവ, മക്കള് വാടാ, അച്ഛൻ പറയട്ടെ. വാ മക്കള് വാടാ ശിവ, ഒന്ന് ഇറങ്ങി പോയച്ചാ. അങ്ങനെ ഇരിക്കും വളർത്തോഷം. നീയൊക്കെ വളർത്തി കളഞ്ഞടി, വളർത്തി കളഞ്ഞ നിന്നെ ഉണ്ടല്ലോ നിന്നെ. ആ ഇത് പറയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്റെ പൊന്ന് മക്കളെ, നീ എന്തിനാണ് ചെന്നൈന്ന് കയറി പൊട്ടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? കൊച്ചു കരയാണ്. ലച്ചു കൊച്ചു കരയാണ്. ഇപ്പൊ അതിന് കല്ല് ഉറങ്ങുവാ. ഏത് കൊച്ച്? ആ കൊച്ചല്ല മാമ, ഈ കൊച്ച് എന്റെ കൊച്ച്, അച്ഛന്റെ കൊച്ച്. ഒന്ന് പോടാ അങ്ങോട്ടെ. എന്റെ കൊച്ചു കരയാണ്. എനിക്കെന്റെ അമ്മയെ കാണണം. എന്റെ അമ്മ, ഞാൻ പോണു. എനിക്ക് എന്റെ അമ്മയെ കാണണം. കണ്ണീർ കായലിലേതോ കടലാസിൻ്റെ തോണി, അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ. അച്ഛാ, അച്ഛനൊരു സാൻഡ്വിച്ച്
കൊച്ചിപ്പോ വളർത്താൻ വിളിച്ചാലും കിയോ കിയോ. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ ചെന്നൈ തന്നെ നിൽക്കാൻ പോവാ. എന്നെ വിളിക്കാനായിട്ട് ആരെങ്കിലും അങ്ങോട്ട് വന്നാ ഞാൻ ഹോസ്റ്റലിൽ വിളിച്ചു പറയും വരുന്നവരാരും എന്റെ ബന്ധുക്കാരില്ലാന്ന്. ശിവ നിർത്ത്. അടുത്താണ് സംസാരിക്കണം എന്നുള്ള ബോധമുണ്ടോ നിനക്ക്? ഞാൻ ഇത്ര നേരം ഒന്നും വലിയ കാര്യമാക്കിയില്ല. ഇനി നീ വല്ലതും പറഞ്ഞോണ്ടല്ല. ഞാൻ നിന്നെ അടിക്കാന്നുമില്ല. എന്നാ പക്ഷെ മാമൻ നിന്റെ അടുത്ത് മിണ്ടൂല. എന്താണ്? അല്ല അവളെ ബാഹ്യത്വങ്ങളൊക്കെ വിളിച്ച് പറയണു. അങ്ങനെ പറയാൻ കൊള്ളാമോ? അത്രയ്ക്കായി നീ അത് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ബാലു അവർക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്ത് പിള്ളേരെ പെരുന്ന് കളിച്ച് വഷളാക്കി കളഞ്ഞ് അനുസരണ ഇല്ലാണ്ടായി ഇപ്പൊ. ഓഹോ, അപ്പൊ പറഞ്ഞു പറഞ്ഞ അവസാനം കുറ്റം മൊത്തം അച്ഛനായ? പിള്ളേരല്ലേ പറഞ്ഞേ? അച്ഛൻ സാഡിസ്റ്റ് എന്നല്ലേ? പറയട്ടെ മക്കൾക്ക് വാരിക്കോരി കൊടുക്കാൻ പണമൊന്നുമില്ല. വാരിക്കോരി സ്നേഹം കൊടുത്തിട്ടുണ്ട്. അതിപ്പോ അവർക്ക് വേണ്ട തോന്നിക്കാണും. പുച്ഛിക്കിട്ടടാ, അച്ഛനെ പുച്ഛിക്കിട്ട്. പുച്ഛിക്കുന്നത് ഞാൻ, സ്നേഹിക്കാത്തത് ഞാൻ, എല്ലാം ഞാൻ പോവാണ്. ഇവിടുത്തെ ഒരാളെന്നെ പുറകെ വരണ്ട. മാറക്കൂട്. ചേച്ചിക്ക് സമാനമല്ലേ ചേച്ചി? ഞാൻ അവളോട് ഇഷ്ടം കൊണ്ടാണ് പറഞ്ഞത്. ഒരു ദിവസത്തേക്ക് എന്തിനു നീ ഇവിടെ വന്നു? കുറച്ച് ദിവസം കഴിയുമ്പോ ലീവ് കിട്ടുമല്ലോ, അപ്പൊ വന്നാ പോരേന്ന്. ഇപ്പൊ തെറ്റ് മൊത്തം ഞാൻ ചെയ്തല്ലേ? നീ ഇതിന്റെ പേര് പറഞ്ഞ ആരെങ്കിലും വെക്കിട്ടേറാൻ പറഞ്ഞോണ്ടല്ലോ. ഞാൻ ഇവിടുന്ന് പോയപ്പോ ഉള്ള പിള്ളേരെ അല്ലളിയത്. മാറി വളർത്തു ദോഷം വളർന്നു ഇതുപോലെ ആയി. ഇങ്ങനെ ഞാനുണ്ടല്ലോ തൊലച്ചളയോട്ടാ. കണ്ട ഭാഷയുണ്ട, ഭാഷാ പ്രയോഗം കണ്ട, അവതരണ രീതി കണ്ട, എങ്ങനെയുണ്ട്? ഭർത്താവ് ഗൗരി പറഞ്ഞു കേട്ടാ, ഒരിക്കലും ഇതുപോലെ ഭർത്താവിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യരുത്. ഇതുപോലെ അല്ല അച്ഛ, ഇപ്പം രണ്ടുപേരും കൂടെ ഒറ്റ റൂമിലോട്ടാണ് പോയേക്കണത്. വാല പിന്നെ നീ കോല നീ പോ. മാറ് പറഞ്ഞേട്ടല്ലേ അവൻ പറഞ്ഞ കേട്ടാ, ഇതുപോലെ പെരുമാറരുത്. ഭയഭക്തി ബഹുമാനം വേണം ഭർത്താവിനോട്. രണ്ടിനും കൂടെ പാക്ക് ചെയ്യാണോ? എന്തിനടി ശിവ അത്? നിനക്ക് മാത്രം എന്നെ കാണണമെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ട് വരാം. അല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് വേറെ ആരും എന്നെ കാണാൻ വേണ്ട, വിളിക്കാൻ വേണ്ട. മോളെ ശിവ, അതിനുവേണ്ടി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? ഒറ്റ എണ്ണം എന്നെ അന്വേഷിച്ച് കുഴിപ്പളത്തേക്ക് വരരുത്. കേശു, ദേശി നിന്നെ കുഴിപ്പളത്തുന്നല്ല പഞ്ചായത്തിൽ കണ്ടല്ല ആളെ വിട് തല്ലിക്ക്. ഞാൻ പോവാ. കൊച്ചിന് അതിന്റെ ഒരു മറന്നു ഇല്ലേ ഇല്ലേ മാമൻ കൈ നീട്ടെ. ഇല്ലടി അവിടെ. മാമൻ കൈ നീട്. നീ ബാഗ് ഇങ്ങട്. ഇല്ല. അവളെ ബാഗ് വെച്ച് പോയി. രണ്ടെണ്ണം കൂടെ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും പോയിരുന്നോ? മാമന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. നിന്റെ പഴയ സ്വഭാവം എന്താടാ? നീ ഈ പിള്ളേരെ എപ്പോഴും കൊഞ്ചിച്ചിട്ട് നടക്കല്ലായിരുന്നോ? ഒരു ഈർക്കിലെങ്കിലും എടുത്ത് അടിച്ചിട്ടുണ്ടോ ഇവരെ നീ? അതിൽ ഞാൻ ഇപ്പൊ ഖേദിക്കുന്നു. അല്ലെങ്കിൽ അമ്മയുടെ ആഗ്രഹം എല്ലാവരും നമ്മളെടുത്തിട്ട് അടിക്കണം എന്നാണല്ലോ. അപ്പോഴല്ലേ എനിക്ക് സന്തോഷമാകത്തുള്ളൂ. അതിന് ഇഷ്ടം പോലെ അമ്മ നമ്മളെ തല്ലിയിട്ടുണ്ടല്ലോ. എന്നിട്ട് നന്നായ അച്ഛൻ മിണ്ടാരി അച്ഛൻ. മിണ്ടാതിരുന്നല്ലേ? നിനക്കൊക്കെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാം. അച്ഛൻ മിണ്ടിയപ്പം അച്ഛൻ മിണ്ടാതിരുന്നല്ലേ? ഉണ്ടായി ശ്രീ, ഇതിന് കൂടുതൽ പറയണ. ശ്രീകുട്ടാ, നിനക്കെന്തറിയാം? എന്നെ എന്തൊക്കെ പറയുന്നറിയാം ഈ പിള്ളേര്. ചില സമയം അടിച്ചിട്ടുണ്ട്. അച്ചു ഞാൻ എപ്പോഴാ ചച്ചനെ തല്ലിയിട്ടുള്ളത്? നിന്റെ കണ്ണ് വെട്ടത്ത് വെച്ച് ഇങ്ങനെ നീ ഇല്ലാരും ഇപ്പൊ എന്നെ എന്തുമാത്രം അടിച്ചിട്ടുണ്ടാ. ഈ ലച്ചു വേറെ ആരല്ല, ലച്ചു. അവളെ ദേഷ്യം മുഴുവൻ എൻ്റെ അത് തീർന്നത്. ദേഷ്യം മുഴുവൻ പോട്ട് അച്ഛൻ്റെ അടുത്താണ്. അച്ഛൻ്റെ അടുത്താണാ? ആണാ? ചുമ്മാ ശ്രീ,
ഇത് മാമ സത്യമായിട്ട് ഞാൻ അച്ഛൻ അങ്ങനെ ഒന്നും തല്ലിയിട്ടില്ല. പിന്നെ ഇതേപോലെ കളിയുടെ ഇടയിൽ ഇതേപോലെ ഓർമ്മൊക്കെ കൊടുത്തപോലെ. എന്താ കളിക്കടി, ഞാൻ കാണിച്ചു തരാം. അതെ, എനിക്കിന്ന് രാത്രി പോണം. കേശവ ടിക്കറ്റ് ഇട്. ശിവ, നാളെ വൈകിട്ട് പോവാൻ സമയമുണ്ടല്ലോ. എന്നെ പിടിച്ചു നിർത്താൻ നീ നോക്കരുത് കേട്ടല്ല. ഒരു പരിധിയില്ല. നാളെ പോന്ന് പറയുമ്പോ ഇത്ര നേരം നീ മാത്രമേ എന്നൊന്നും പറയാത്തായിട്ടുണ്ടായിരുന്നുള്ളു. നീയും പറയടാ, പറഞ്ഞു, എല്ലാവരും പറ. അയ്യേ ഈ പിള്ളേരെ എന്തോന്നത്? ആരെങ്കിലും കേട്ടെന്ത് നടക്കണ പിള്ളേരെ? ഒരുത്തി അമ്മയായി, ഒരുത്തിയാണെങ്കിൽ ഡിഗ്രിക്കും പഠിക്കണം. ബോധമില്ലാത്ത നിങ്ങള്. ചേച്ചി ഇതൊക്കെ ഇപ്പൊ സോൾവ് ആവും. ലച്ചു കൈയോട്, ചുവ കൈയോട് കൊടുക്കാൻ. അയ്യേ, ആരെങ്കിലും പാമ്പിന്റെ മളത്തിൽ കൊണ്ട് കൈയിടും. ഇത് തീർന്നില്ലേടേ? ചേച്ചി അത് കൈയെഴുതാണ്ടല്ല, പിന്നെ കൈയോടൊരു പ്രയോജനമില്ല, വെട്ടി മാറ്റാങ്ങ്. ഈ രണ്ടെണ്ണത്തിന് നീ എന്നടി പ്രസവിച്ചത്? ഇത് നിങ്ങൾ സൗകര്യമാരെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുമാതിരി പരമ്പരാഗത വൈരികളെ പോലെ. അയ്യയ്യേ, അയ്യോ. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി കാണാൻ ഏറ്റവും സന്തോഷം ചേച്ചിക്കാണല്ലോ. എടി, ഞാൻ കുഴിപ്പടത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുന്നവളല്ലേ നീ? ഇത് പ്രാർത്ഥിച്ച കാര്യേ, ഇത് ചീപ്പ് വർത്താനോടത്. ഉൾപ്പുള്ള ട്രഡീഷനെ കൊണ്ട് വന്നേക്ക് നിങ്ങൾ. കുഴിപ്പടം ട്രഡീഷൻ പറഞ്ഞു പറഞ്ഞ എന്റെ ഓ നശിച്ച കുടുംബത്തിന്റെ ഈശ്വര. ഞാൻ കുഴിപ്പടത്തിന് ഇവിടെ വന്ന് നിൽക്കുന്ന എന്തിനാ? എല്ലാരെയും കാണാൻ സ്നേഹം കിട്ടാൻ വേണ്ടിട്ടല്ലേ? എന്നിട്ടാണ് അവളെന്നെ തല്ലാൻ വന്നത്. ഞാൻ പോവാ. എനിക്കൊക്കെ ചെന്നൈയിൽ നല്ല ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഞാൻ കൂടെ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ സ്നേഹം കിട്ടാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് മടുത്ത്. ഇതാണ് നിങ്ങളുടെ രീതിയെങ്കിൽ ഞാൻ ആത്മാഹുതി. എന്താടാ അപ്പ